എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. സുയിത്ര വിനോദിനെ കൂട്ടിക്കൊണ്ട് നേരെ പ്രിയാമ്മന്റെ മാഷിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു സുയിത്ര. കാരണം വിനോദിനെ അവരുടെ മുന്നിൽ ഒരു പ്രസന്റ് ചെയ്യാം. കാരണം അവരും കൂടെ സിഗ്നൽ തരണം. തനിക്കും വിനോദിന് നമ്മള് ഇഷ്ടമുള്ള കാര്യമൊന്നും അവർക്ക് അറിയില്ലല്ലോ. ആദ്യം വിനോദിനെ ഒന്ന് കാണിച്ച് ആ പച്ച സിഗ്നൽ മേടിക്കുകയോ ചെയ്യണ്ടേ. അങ്ങനെ കയ്യെ പിടിച്ചങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ഒരു നിമിഷം പ്രിയാമണി ഇങ്ങോട്ട് നോക്കി. ഇതാരാന്ന് ചോദിക്കണേ. പ്രിയാമണിക്ക് പെട്ടെന്ന് ആളെ കണ്ടോ മനസ്സിലായില്ല. അപ്പത്തേനും പറഞ്ഞു, ഇത് വിനോദ്, എന്റെ കൂടെ പഠിച്ച കോളേജിൽ പഠിച്ചാന്ന് പറയണം. മാഷ് പെട്ടെന്ന് ചോദിച്ചു, കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കണം. അതെ, കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രല്ല, അതെ ഇളയച്ചൻ അറിയാവുന്ന കാര്യമല്ലായിരുന്നോ. അന്ന് മഹേഷ് ചേട്ടനെ കാണാതെ പോയി കഴിഞ്ഞപ്പോഴത്തേന് വിനോദിനെ വിളിച്ചിട്ടാണ് അതെ വിനോദാണ് ആളെ കണ്ടെത്തിയെന്നൊക്കെ പറയാം. നല്ല രാഷ്ട്രീയ പിടിപാടുള്ള ആളാന്ന് പറയാം. ആ പ്രിയാമണി പറഞ്ഞു, ഇപ്പം മനസ്സിലായെന്ന് പറയാണ്. ടി വിക്കകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്ന് പറയാം. ഓ അങ്ങനെ അല്ല അങ്കിളും ആന്റി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടെ സോപ്പിട്ടാണ് പിന്നീട് വിനോദ് സംസാരിക്കുന്നത്. വിനോദിന്റെ ഈ സംസാരമൊക്കെ പ്രിയാമണിക്കും മാഷിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നീട് വിനോദിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം. വിനോദ് പറഞ്ഞു, ഞാൻ കോളേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഡൽഹിക്ക് പോയി. പിന്നെ അവിടെയാണ് ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാന്ന് ചോദിക്കണം. അല്ല വിനോദിന്റെ ഫാമിലി ഇവിടെ എനിക്ക് അങ്ങനെ വേണ്ടപ്പെട്ടവരായിട്ട് ആരും ഇല്ലാന്നൊക്കെ പറയുകയാണ്. കാരണം കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ട് വിനോദിന് സാധിക്കുമായിരുന്നില്ല. കാരണം അപ്പുറത്തുള്ള മഹേഷും അല്ലെങ്കിൽ സ്വപ്നവല്ലിയും രാമനാഥനും ഒക്കെയാണ് തന്റെ അച്ഛനും അമ്മയെന്ന് അറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന വിനോദിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് വിനോദ് ആ ചാപ്റ്ററിലേക്ക് അങ്ങോട്ട് പോയില്ല. പിന്നെ മാഷിനോടൊക്കെയാളും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം മാഷിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു വിനോദിന്റെ ക്യാരക്ടർ. ഈ സമയം പ്രിയാമണി പറഞ്ഞു, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് പ്രിയാമണി അകത്തേക്ക് പോവാണ്. അങ്ങനെ ചായയൊക്കെ എടുത്തോണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞപ്പം ഇത്തിരി കുടിച്ചു കഴിഞ്ഞിട്ട് വിനോദ് പറഞ്ഞു, സൂപ്പർ, നല്ല ചായ ആന്റി ഉണ്ടാക്കി തന്നേക്കെന്ന് പറയണം. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര ടേസ്റ്റുള്ള ചായ ഞാൻ കുടിച്ചിട്ടില്ലെന്ന് പറയാം. അതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയാമണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. പ്രിയാമണി പറഞ്ഞു, അതെ അല്ലെങ്കിൽ ഞാൻ മോനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്. സുമിത്ര പറഞ്ഞിട്ട് എങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയത്തില്ല. എൻ്റെ മോളുടെ ജീവിതം രക്ഷിച്ച്. ഒരു പക്ഷെ അന്ന് മഹേഷിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര തീരാവേദനയായിട്ട് മാറിയാണെന്ന് പറയാം. മാഷ് പറഞ്ഞു, അത് ശരിയാ, ഒരു നല്ല കാര്യമേ ചെയ്തേ. ഇനിയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലെന്ന് ചോദിക്കുക. ഏട്ടൻ വിനോദ് പറഞ്ഞു, ശരിയാ, എനിക്കും എൻ്റെ ആഗ്രഹം അങ്ങനെയാണ്. ഒരുപാട് പേർക്ക് തുണയാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് എനിക്കും ഇഷ്ടം എന്ന് പറയാണ്. പിന്നീട് പറഞ്ഞു, എനിക്ക് ഇതേ ഇഷ്ട ഡോക്ടറെ അറിയാന്ന് പറയാണ്. ഡോക്ടറെ ഞാനും തമ്മിൽ പരിചയത്തിൽ ആണ് താനും. ഇപ്പം ഞാൻ കണ്ടിട്ട് ഇങ്ങ് കയറിയതുള്ളെന്ന് പറയാം. അല്ല മോൻ എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു, അതിനുവേണ്ടി ഇങ്ങോട്ട് വന്ന ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് സുമിത്രനെ കണ്ടേന്ന് പറയാം. ആണോ, എന്നൊരു കാര്യം ചെയ്യാം, ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. വിനോദ്, അയ്യോ അതിനുള്ള സമയമൊന്നും ഇല്ലാൻറ്റി, എന്നാൽ ശരി, കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സുമിത്ര പറഞ്ഞു, പിന്നെ ഇവിടെ വരുമ്പോൾ മാത്രമല്ലേ ഭയങ്കര തിരക്കുള്ളെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും അല്ല. ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, രാഷ്ട്രീയക്കാരനല്ലേ, അപ്പൊ അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാണുമല്ലേന്ന് ചോദിക്കുക. അതെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ഇങ്ങോട്ടേക്കൊന്ന് വന്നെന്നേ ഉള്ളെന്ന് പറയണം. അപ്പൊ ആ ഫ്രണ്ടിനെ കണ്ട് പെട്ടെന്ന് പോകാന്ന് കരുതി വന്ന. അപ്പൊ സുമിത്രേനെ കണ്ടപ്പോൾ ഇവിടുന്ന് കയറാതെ പോകുന്ന മോശമുള്ളെന്ന് കരുതിയതുകൊണ്ടാന്ന് പറയണം. പിന്നെ കയറാതെ പോകുന്ന മോശം, ഞാൻ പിടിച്ച പിടിയാലെ കൊണ്ടുന്ന ഇളയമേ, അല്ലെങ്കിൽ വിനോദ് ഇപ്പം അങ്ങോട്ട് പോയേനെന്ന് പറയാ. ഇവിടെ വരെ വന്നിട്ട് എന്നെ ഒന്ന് കാണാതെ പോവായിരുന്നു വിനോദ് എന്ന് പറയാ. മാഷ് പറഞ്ഞു, അതുകൊണ്ട് എന്താ, കാണാനും പരിചയപ്പെടാനും പറ്റിയില്ലേ. അന്ന് കല്യാണത്തിന് കണ്ടാലും വിസ്തമായിട്ടൊന്നും പരിചയപ്പെടാൻ പോലും പറ്റിയില്ല. അന്ന് തിരക്കുകളും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ. പോരാത്തതിന് നല്ല നല്ല സംഭവങ്ങളൊന്നും അല്ലായിരുന്നല്ലോ അന്ന് നടന്നേ. ഇത് കേട്ട വിനോദ് പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, എല്ലാം കഴിഞ്ഞ കാര്യമല്ലേ. പിന്നെ എനിക്ക് ഏട്ടത്തിയമ്മേനെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയണം. ഇത് കേട്ട പ്രിയാമണി മാഷിനെ നോക്കുവാണ്. ഏട്ടത്തിയമ്മയോ, അല്ല സുമിത്രയുടെ ചേച്ചിയല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചതെന്ന് പറയണം. പെട്ടെന്ന് സുമിത്രയ്ക്ക് ഒരു ചിരിയൊക്കെ വന്നു. എന്നാൽ ശരി, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയണം. അങ്ങനെ വിനോദ് ഇറങ്ങിയപ്പോൾ തന്നെ സുമിത്ര പുറകെ അങ്ങോട്ട് പോരുവാണ്. അങ്ങനെ ഡോറ് കടന്ന് പുറത്ത് കടന്നപ്പോഴത്തേനും വിനോദിന്റെ കൈ പിടിച്ചു കുലുക്കിയിട്ട് പറഞ്ഞു, സമ്മതിച്ചു വന്നിരിക്കുന്നു, അസൽ പെർഫോമൻസ് ആയിരുന്നു പറയണം. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ നല്ല മെച്ചപ്പെട്ട രീതിയിൽ തന്നെ വിനോദ് അവരുടെ അടുത്ത് പെരുമാറിയെന്ന് പറയാം. ഈ വിനോദിനെ കുറിച്ച് നിനക്ക് എന്തറിയാന്ന് ചോദിക്കാം. പിന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, ഞാൻ അറിയാൻ ശ്രമിച്ചോണ്ടിരിക്കുവാന്ന് പറയാം. എന്നാലും ഇളയച്ചനൊക്കെ വീണിട്ടുണ്ട് വിനോദിന്റെ പെർഫോമൻസിൽ. അവർക്കെല്ലാം വിനോദിനെ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ആട്ടെ എന്നാ ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് ചോദിക്കുകയാണ്. അല്ല
ഇനിയിപ്പം എന്നാ കാണുന്നതെന്ന് ചോദിക്കാം, കാണാമല്ലോ. ഇനിയിപ്പം ഇളയച്ചനും ഇളയമ്മയൊക്കെ എന്താ പറയണമെന്ന് അറിയത്തില്ല. അവരുടെ സിഗ്നലും കൂടെ അറിയട്ടെ. മിക്കവാറും അവർ NOS തരാൻ വഴിയുണ്ട് നമ്മുടെ കല്യാണത്തിന് വേണ്ടിയിട്ടെന്ന് പറയാം. എന്നാൽ ശരി, പിന്നെ കാണാമെന്നും പറഞ്ഞ് വിനോദം അങ്ങോട്ടേക്ക് പോവാ. വിനോദിന് നെഞ്ചിനകത്തൊരു തീയുണ്ട്. താനും സുഹിത്രനും തമ്മിൽ സംസാരിക്കുന്ന എങ്ങാനും ഇനി തൻ്റെ അമ്മ എങ്ങാനും കണ്ടുകൊണ്ട് വന്ന അതോടുകൂടി തീർന്ന്. ഭാഗ്യത്തിന് സ്വപ്നവലിയോ മഞ്ജുമയോ ആരും പുറത്തേക്കൊന്നും ഇറങ്ങി വന്നില്ല. വിനോദ് അങ്ങോട്ട് പോയി കഴിഞ്ഞ് സുഹിത്ര അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി ചോദിച്ചു, കൊള്ളാം, വിനോദിന് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണ. മാഷ് പറഞ്ഞു, എനിക്കും ഇഷ്ടപ്പെട്ടു, നല്ല സ്വഭാവ. അല്ല, നിന്റെ അഭിപ്രായം എന്താ സുജിന്ന് ചോദിക്കാം. ഓ, എനിക്കെന്താ അഭിപ്രായം, എനിക്ക് നേരത്തെ അറിയാവുന്ന ആളല്ലേ, പിന്നെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഇല്ലാന്ന് പറയാം. എടി സത്യം പറ, ഈ വിനോദിനെ എങ്ങാനും ആണോ നീ ഇരുന്ന് ഫോൺ വിളിക്കണേന്ന് പ്രിയാമണി ചോദിക്കുക. എന്താളമ്മ അങ്ങനെ ചോദിച്ചേ? അല്ല, എനിക്ക് അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണേ. ഈയിടെയായിട്ട് എപ്പോൾ നോക്കിയാലും നീ ഫോണിനകത്താ. സത്യം പറയും, മനഃപൂർവ്വം അവൻ ഇങ്ങോട്ട് വന്നാണെന്ന് ചോദിക്കുക വിനോദ്. പിന്നെ മനഃപൂർവ്വം എന്തുമാത്രം തിരക്കുള്ള ആളാന്നറിയാവോ, ഇങ്ങോട്ട് വന്ന് തന്നെ ഭാഗ്യം കൂട്ടിയാൽ മതി എന്ന് പറയാം. മാഷ് പറഞ്ഞു, അത് ശരിയാ, ഒന്നുമല്ലേലും നമ്മുടെ മോളെ രക്ഷിച്ചല്ലേ, എന്നാ മഹേഷിന്റെ കാര്യത്തിലാണെങ്കിലും. അതുകൊണ്ട് ആ നന്ദിയും കടപ്പാടും എപ്പോഴും നമുക്ക് വേണമെന്ന് പറയാണ്. പിന്നീട് സുഹിത്ര അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞു. പ്രിയാമണി പറഞ്ഞു, കണ്ടില്ലേ സുജിയുടെ മുഖത്തെ സന്തോഷം കണ്ടോ? ആ സന്തോഷം കണ്ടിട്ട് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല മാഷേ. നമ്മൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് വന്നല്ലേന്ന് ചോദിക്കുക. മാഷ് പറഞ്ഞു, അത് ശരിയാ. സുഹിത്രയുടെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ ഉണ്ട്. അതിനർത്ഥം മിക്കവാറും അവർ തമ്മിൽ ഇനിയിപ്പം വല്ല ഇഷ്ടത്തിലാണോന്ന് ചോദിക്കുക. എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇതൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ചോദിക്കുക. സുജീനെ എത്ര കാലം എന്ന് വെച്ചാൽ ഇവിടെ നിർത്തുന്നേ, എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കണം. ഇനിയിപ്പോൾ അവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അത് ചോദിച്ചറിഞ്ഞിട്ട് ഇനി അവർ തമ്മിലുള്ള ബന്ധം നമുക്കൊണ്ട് ഉറപ്പിക്കാന്നൊക്കെ പറയാം. അങ്ങനെ അവരാ തീരുമാനം എടുക്കുകയാണ്. ആ സമയം രജനി ഇങ്ങനെ ഇരിക്കുക. ആകാശ് ഇതിനായിട്ട് വന്നിട്ടും കൂടെ ഇല്ല. പിന്നീട് ആകാശ് ഓഫീസിൽ നിന്ന് വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേന് രജനി ഓടിയങ്ങ് ചെല്ലുവാണ്. ചെന്നിട്ട് ആകാശിനോട് ചോദിച്ചു, എന്തായി ആകാശ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കണം. എന്ത്? അല്ല, ആകാശ് ഇന്നലെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ മോനെ കൊണ്ടുവരുന്ന കാര്യം, അതിനെക്കുറിച്ച് വല്ല തീരുമാനമായോ? പോകുന്നതിനെ കുറിച്ച് തീരുമാനമായെന്ന് ചോദിക്കും. അതാണോ? അതൊക്കെ നമുക്ക് സെറ്റാക്കാന്ന് പറയണേ. എങ്ങനെ? അല്ല, നിന്റെ ആഗ്രഹം ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും സാധിക്കായിരുന്നുണ്ടോ? അത് പറഞ്ഞ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന്, കേരളത്തിൽ കൊണ്ടുവരണമെന്ന്. അപ്പം ഒരു മോനും കൂടെ ഉണ്ട് ഈ പറയുന്ന രചനയ്ക്ക്. ആദിത്യൻ എന്നാണ് അവന്റെ പേര്. പക്ഷേങ്കിൽ അവൻ എവിടെയാ പഠിക്കണേ, എന്താ പഠിക്കണമെന്നും വെളിവാക്കിയിട്ടില്ല. അവന് ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിന്റെ കാര്യം അറിയത്തില്ല. ചിപ്പിമോളെ കുറിച്ച് മാത്രം നമുക്ക് എല്ലാവർക്കും അറിയത്തുണ്ടായിരുന്നുള്ളൂ. ചിപ്പിമോള് ഒറ്റ മോള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതുകൂടാതെ ആദിത്യൻ എന്ന് പറയുന്നൊരു മോനും കൂടെ ഉണ്ട്. അത് ചിപ്പിമോളെക്കാളും മൂത്ത, അതും മഹേഷിന്റെ ആയിരിക്കണം. പക്ഷെ അവനെ വേറെ എവിടെയോ നിർത്തി പഠിപ്പിച്ചിരിക്കുക. അതിനെക്കുറിച്ചൊന്നും നേരത്തെ പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം രചനയ്ക്ക് ആഗ്രഹമുണ്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. തനിക്ക് അവനെ നഷ്ടപ്പെട്ടു പോകുമെന്നൊരു ചിന്തയുള്ളതുകൊണ്ടാണ് ആകാശിനോട് ആ കാര്യം പറയണേ. എനിക്ക് അവനെ വേണം ആകാശേ, അവനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അവനെയും കൂടെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ട ആകാശ് പറഞ്ഞു, നീ പേടിക്കണ്ട, അവനെ കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയണം. സത്യം പറ ആകാശേ, നേരാണോ പറയണമെന്ന് വെക്കും. സത്യമാ പറയണമെന്ന് പറയണം. പെട്ടെന്ന് രചന പോയി ആകാശിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. ഇത് കേട്ടപ്പോൾ രചനയോട് ആകാശ് പറഞ്ഞു, നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഞാൻ മറന്നു പോവോ? ഒരിക്കലും ഇല്ല. എനിക്കറിയാം നീ എത്രമാത്രം നിന്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഒരാൾ പോയാലും അടുത്തയാൾ നിന്റെ കൺമുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നേ. ഉറപ്പായിട്ടും നിന്റെ മോനെ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് ആകാശം എന്നൊക്കെ പറയാം. അധികം വൈകാതെ തന്നെ അവനെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഇപ്പൊ അവൻ ഇവിടെ നിന്നായിരിക്കും പഠിക്കാൻ പോണേന്ന് പറയണം. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം രചനയ്ക്ക് ഇരട്ടി സന്തോഷമായിരുന്നു. അപ്പൊ ഇത്രയും നാളും തന്നെ മോനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നതല്ലാതെ ഇതുവരെയായിട്ടും അവൻ്റെ അടുത്ത് കുറച്ച് സമയം ഒന്ന് ചെലവഴിക്കാൻ പോലും രചനയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ഇഷിത വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ്. ആ സമയം മഞ്ജു പറഞ്ഞു, അവള് വന്നിട്ടുണ്ടമ്മേ. കണ്ടില്ലേ, പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇപ്പം മഹേഷുമായിട്ട് ഭയങ്കര സ്നേഹത്തിലാ എന്ന് പറയണം. ഇത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞു, ആഹാ, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. എന്നാലും അത് അങ്ങനെയല്ലല്ലോ അമ്മേ. അവള് മഹേഷിന്റെ കർണത്തടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പ്രതികാരം ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. എന്ത് പ്രതികാരം അമ്മേ? അമ്മയ്ക്ക് എന്താ ബോധമില്ലേ? അമ്മയുടെ മോനെയല്ലേ അടിച്ചേ, അപ്പൊ അമ്മയ്ക്ക് പ്രതികാരം ചെയ്യണ്ടേ? ഞാൻ എങ്ങനെ പ്രതികാരം ചെയ്യണമെന്നാ? അമ്മയ്ക്ക് ഇനി ഞാൻ പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരേണ്ട കാര്യമുണ്ടോ? അമ്മയ്ക്ക് ഓരോന്ന് എടുക്കാൻ അറിയാമല്ലേ? അമ്മായിമ്മ പോരങ്ങോട്ട് എടുത്താൽ മതി എന്ന് പറയാം. അങ്ങനെ മഞ്ജിമ ഓരോന്ന് ഓതി കൊടുക്കുകയാണ്. അവസാനം ഇഷിത വന്ന് കയറി ഇച്ചിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. സ്വപ്നവല്ലി എന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം പറഞ്ഞേക്കാം, വൈകുന്നേരം ഇവിടെ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഫുഡെല്ലാം ഉണ്ടാക്കണം നിന്റെ ജോലിയാന്ന് പറയണം. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, അതിനെന്താമേ, ഞാൻ ഉണ്ടാക്കാന്ന് പറയണം. വെറുതെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നീ ഉണ്ടാക്കുന്ന വെജിറ്റേറിയൻ ഫുഡല്ല വേണ്ടത്, നോൺ വെജ് ഉണ്ടാക്കണം എന്ന് പറയാം. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അമ്മയ്ക്കറിയാലോ ഞാൻ നോൺ വെജ് ഒന്നും ഉണ്ടാക്കത്തില്ല, വെജിറ്റേറിയൻ ഫുഡാണ് ഞാൻ ഉണ്ടാക്കാന്ന് പറയാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഒരു കുടുംബമാണെങ്കിൽ എല്ലാവരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞിരിക്കണം.
അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. നിന്റെ ഇഷ്ടം മാത്രം ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയണം. അത് കേട്ടതും ഇഷിതയ്ക്ക് മനസ്സിലായി ഇത് മഞ്ജിമയുടെ എരിപൊരിയാന്ന്. അങ്ങനെയാണെങ്കിൽ വെറുതെ വിട്ട് കാര്യമില്ലോ. ഇഷിത നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കാൻ തീരുമാനിച്ചു. പിന്നീട് സ്വപ്നവല്ലി എടുത്ത് എന്നിട്ട് പറഞ്ഞു, എന്താണെന്ന് അറിയത്തില്ല, ഇന്ന് അമ്മേനെ കാണാൻ ഭയങ്കര സുന്ദരിയാന്ന് പറയണം. അത് കേട്ടത് സ്വപ്നവല്ലി എന്ന് പൊങ്ങി. സത്യമാണോ മോളെന്ന് ചോദിക്കുക. സത്യമാണോന്നോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മയുടെ ഈ മേക്കപ്പ് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇപ്പൊ ഞങ്ങളെക്കാളും 10 വയസ്സ് കുറച്ച് അമ്മയ്ക്ക് പറയത്തുള്ളൂ. അമ്മ ഈ പ്രായത്തിൽ ഇത്ര നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു, എന്റെ ടിപ്സ് എന്താ അമ്മയെന്ന് ചോദിക്കുക. അത് കേട്ട സ്വപ്നവല്ലി പറഞ്ഞു, അത് പിന്നെ എൻ്റെ മനസ്സിന്റെ നന്മയും അത് തന്നെയാണ്. കാരണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അസൂയം കുശുമ്പോ ഒന്നും ഇല്ലെങ്കിൽ വേറെ ഒന്നും പേടിക്കണം. നമ്മൾ ഇന്ന് ചെറുപ്പമായിട്ടിരിക്കുന്ന പറയാം. ആഹാ കൊള്ളാലോ, അങ്ങനെ ആയതുകൊണ്ടായിരിക്കില്ലേ അമ്മ ഇപ്പോഴും നല്ല ചെറുപ്പമായിട്ടിരിക്കുന്നത്. അതെ, നമ്മുടെ മനസ്സ് നന്നാവണമെന്ന് പറയണം. മനസ്സ് നന്നായി മാത്രമേ നമ്മൾ എന്നും നല്ല ഇങ്ങനെ ആരോഗ്യത്തോടെ നല്ല സുന്ദരിയായിട്ട് നല്ല പ്രസന്നവതയായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പം മഞ്ജിമ ഇന്ന് സ്വപ്നവല്ലി തോണ്ടുവാണ്. സ്വപ്നവല്ലി പറഞ്ഞു, ഞാൻ പറഞ്ഞു ശരിയല്ലേ മോളെ ഇഷ്ടതെന്ന് ചോദിക്കുക. ശരിയാണ്, അമ്മയ്ക്ക് ഇതൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് സ്വപ്നവല്ലി പറഞ്ഞു, എന്ത് ചെയ്യാനാ, രാമൻ എൻ്റെ ഈ സൗന്ദര്യം കണ്ട എന്നെ സ്നേഹിച്ച് എന്നെ കല്യാണം കഴിച്ചതെന്ന് പറയാം. അതല്ലേലും ശരിയാ, ഇപ്പോഴാണെങ്കിലും അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ അധികം പ്രായമൊന്നും പറയത്തില്ലെന്ന് പറയാം. അങ്ങനെ ഇഷിതയുടെ ആ തന്ത്രത്തിൽ സ്വപ്നവല്ലി വീണു. അവസാനം ഫുഡ് ഉണ്ടാക്കാവുന്ന കാര്യം പറഞ്ഞപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു, മോൾ ഉണ്ടാക്കണ്ട കേട്ടോ, മോള് മടുത്തു വന്നല്ലേ, മോൾ അവിടെ ഇരുന്നു, ഞാൻ ചെയ്തോളാം, ബാ മഞ്ജിമേ ഇങ്ങോട്ട് വരാൻ പറയണം. മഞ്ജിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചക്കനെ വെച്ചത് കൊക്കനെ ഉണ്ടെന്ന് മഞ്ജിമയ്ക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മേനെ ഇച്ചിരി പുകഴ്ത്തി കഴിഞ്ഞപ്പോഴത്തേനും അമ്മ അങ്ങോട്ട് നേരെ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു. ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇഷിത ഒരു ചിരിയൊക്കെ ചിരിച്ചോണ്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.